ഡൊമിനിക് എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ ആനിക്കാമ്പോൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ മെയിൻ കൃഷികളെന്ന് പറഞ്ഞാൽ തെങ്ങ്, കവുങ്ങ്, ജാതി, കൊക്കോ, കുരുമുളക്, ഇതാണ് നമ്മുടെ മെയിൻ കൃഷി. ഇതിലിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് കൊക്കോ കൃഷിയെ പറ്റിയാണ് കർഷകർക്ക് അറിയില്ലാത്ത ചില കാര്യങ്ങൾ. സംസ്കരണവും അതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ വളപ്രയോഗവും കാര്യങ്ങളും ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഇത് കൊക്കോ തൈ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹൈറ്റിലേക്ക് തൈ വിടാൻ അനുവദിക്കരുത്. ഒരു മീഡിയം ലെവലിലേ നിർത്താവുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങൾക്കും ശ്രദ്ധിക്കണം. പിന്നെ ഇത് കവാത്ത് ചെയ്ത് കൊടുക്കണം. കവാത്ത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ മഴ ആരംഭത്തിലും കൊടുക്കണം, മഴ മാറ്റത്തോടും. മഴ ആരംഭത്തിൽ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ശിഖരങ്ങളിലും സൈഡ് ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയണം. കാരണം കൂടുതൽ സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന് മാഹാളി രോഗങ്ങൾ കുറയുകയുള്ളൂ, വിളവിന് കൂടുതൽ ഇത് ഉൽപ്പാദനം കൂടാൻ സാധ്യതയുള്ളൂ. പിന്നെ വേനൽക്കാലത്ത് മഴ മാറ്റത്തോടു കൂടി ചെയ്യുമ്പം ഇതിൻ്റെ ശിഖരങ്ങളിൽ വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി സൈഡ് ശിഖരങ്ങളെ കോന്താവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഓവർ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ തടിക്ക് പൊള്ളലേക്കാനും ചെടിക്ക് ക്ഷീണം വരാനും പിന്നീട് ഉണങ്ങി പോകാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കൊക്കോക്ക നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് കൊടുക്കാതെ സംസ്കരിച്ചെടുക്കുന്ന രീതിയുണ്ട്. സംസ്കരിച്ചെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാ പൊട്ടിച്ച് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞ് ഇതിനുള്ളിലെ പരിപ്പുകൾ എടുത്ത് അത് കഴിഞ്ഞ് നമ്മളത് ഒരു പലകപ്പുറത്തോ അല്ലെങ്കിൽ നമ്മൾ ചെരിവുള്ള സ്ഥലത്തോ സിമെൻറ്റ് തറയിലായാലും മതി ഇട്ട് അത് കൂമ്പാരം പോലെ കൂട്ടി അതിനുശേഷം അതൊരു പ്ലാസ്റ്റിക് ഇട്ട് മൂടണം. പ്ലാസ്റ്റിക് പറക്കാതിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ചണച്ചാക്കോ എന്തെങ്കിലും ഇട്ട് നനച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ദിവസം അത് കൂട്ടിയിട്ട ശേഷം അത് വീണ്ടും അത് പ്ലാസ്റ്റിക് മാറ്റിയ ശേഷം നമ്മൾ ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ കളർ മാറുകയും ഇതിനുള്ളിൽ നല്ല ചുവപ്പ് കളറിലേക്ക് കയറുകയും ചെയ്യും. അങ്ങനെ 3-ാമത്തെ ദിവസം ഇളക്കി ശേഷം 4-ാമത്തെ ദിവസം കൂടെ ഒന്നും കൂടെ ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് നല്ല ചോക്ലേറ്റിൻ്റെ കളറാവുകയും ചെയ്യും. ആ സാധനം നമ്മൾ വാരി വെയിലത്തിടുക. 3 വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത് ഉണക്ക പൂർത്തിയാവും. പിന്നെ നമ്മൾ കർഷകർക്ക് ലാഭകരമാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംസ്കരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പച്ചയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ലാഭകരം ഇതാണ്. വേനൽക്കാലത്ത് 2.5 കിലോ ഉണക്കിയാൽ 1 കിലോ ഉണക്കക്ക കിട്ടും. 1 കിലോ പച്ചക്കായ്ക്ക് 52 രൂപയൊക്കെയാണ് കിട്ടുന്നത്. ആ സമയത്ത് ഉണക്കി കഴിഞ്ഞാൽ 175-180 രൂപ വരെ കിട്ടും. അങ്ങനെ കർഷകർ കൃഷിയിൽ ലാഭകരമാക്കാൻ ഇങ്ങനെയുള്ള ചെറിയ പണികളും കൂടെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.